എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. ഇന്ന് സിമ്പിളായിട്ടൊരു അടിപൊളി കിടിലൻ ഇറച്ചിച്ചോറ് റെസിപ്പിയാണ്. ആദ്യമായിട്ടൊരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3 ഇടത്തരം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനായ ഉപ്പ്, പിന്നെ ആവശ്യത്തിനായ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. സവാള ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് 2 കപ്പ് അരിഞ്ഞ തക്കാളിയും അതേപോലെ തന്നെ ഒരു 3 പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ മസാല അതേപോലെ തന്നെ മല്ലിയിലും പുതിനയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നിളക്കാം. കുക്കറിൽ ഏകദേശം ഒരു 2 വിസിലൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കൊരു 3 കപ്പ് അരി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി അരി ആ ഒരു വെള്ളത്തിൽ മുങ്ങി തന്നെ കിടക്കണം. പിന്നെ ടേസ്റ്റിനായിട്ട് ചിക്കൻ സ്റ്റോക്ക് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് വെറും ഓപ്ഷണൽ സാധനമാണ്. പിന്നെ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ദം ബിരിയാണിയുടെ ദം ഒട്ടിക്കുന്ന പോലെ ആ കുക്കറിനകത്തൊരു മണം വരും എൻ്റെ സാറേ. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടൊരു റെസിപ്പിയാണ്. കുറച്ച് നാരങ്ങയും അതേപോലെ തന്നെ പുതിനയിലും കൂടെ ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായി. അപ്പോൾ അടുത്തൊരു കിഡിലൻ റെസിപ്പിയായിട്ട് വരുന്നവരെ ബൈ.